ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്താ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓണവും മറ്റും അതിനെ സംബന്ധിക്കുന്ന മതവിധികളൊന്നും പുറത്തുവിടാത്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അഫ്സൽ കാസിമി അതിനെ സംബന്ധിച്ചൊരു ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അഫ്സൽ കാസിമി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ കോഴിക്കോട് സംഘടിപ്പിച്ച മഹാജന സമ്മേളനം 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയില്ലേ? ആ പരിപാടിയിൽ നമ്മൾ ഓരോരുത്തരും സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകണമെന്നും അതുപോലെ ജയിലുകളാണ് നമ്മളെ കത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ജയിലിലേക്ക് അങ്ങ് ചെന്ന് കയറി കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ പുരോഹിതനാണ്. ഒടുവില് രസമാണേ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA റെയ്ഡ് വന്നു. ആ സമയത്ത് ഇവരെ കുറെ എണ്ണത്തിനെയൊക്കെ പൊക്കിക്കൊണ്ട് പോയല്ലോ. അഫ്സൽ കാസിമി മാത്രം ഒളിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയില്ല. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് തല്ലാനും കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ പുറപ്പെട്ട ആളുകളുണ്ടല്ലോ. 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർക്കാൻ ഞങ്ങൾ പര്യാപ്തരാണ്, ഞങ്ങൾ കഴിവുള്ളവരാണ് എന്നൊക്കെ അഫ്സൽ കാസിമിയുടെ പ്രസംഗത്തിൽ ആവേശപുളകിതരായിട്ട് പ്രസംഗിച്ചു. ഈ പയ്യന്മാരൊക്കെ ഇന്ന് തിഹാർ ജയിലിലാണ് കേട്ടാ. പക്ഷേ അത് പറഞ്ഞ് ഉപദേശിച്ച ഉസ്താദ് ഇവിടെ തന്നെയുണ്ട്. ഒന്നും വിചാരിക്കരുത്, നമ്മൾ അങ്ങനെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവാണല്ലോ സവാദ്, അയാളാണല്ലോ നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത്. ആ മഴുവുമായി ആള് രക്ഷപ്പെട്ടു. ആലോചിക്കണം, ജോസഫ് മാഷെ വെട്ടാൻ പ്ലാൻ ഇട്ട ആളുകൾ അടക്കം 10-28 പേരോളം പിടിയിലായി. ഒന്നാമത്തെ പ്രതിയായിരുന്നു മഴുവും കൊണ്ട് വെട്ടിയ സവാദ് മാത്രം രക്ഷപ്പെട്ടു. വർഷം 10 കഴിഞ്ഞിട്ടും ഒന്നാമത്തെ പ്രതിയെ മാത്രം പിടിക്കാൻ പറ്റിയില്ല. അതാണ് സവാദ്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് സവാദിനെ പിടിക്കാൻ പറ്റിയത്. അയാളെ രക്ഷപ്പെടുത്തിയ ആളുകള്, അയാൾക്ക് ഫൈനാൻസ് ചെയ്ത ആളുകള്, പ്ലാനിങ്ങില് കുറച്ച് സംഘം ചേർന്നിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടല്ലോ, അവരെ എല്ലാവരെയും പിടിച്ചു. ഒന്നാമത്തെ പ്രതിയെ മാത്രം പിടികിട്ടിയിട്ടില്ല. അതിന് 10, 11, 12 വർഷങ്ങളോളം എടുത്തു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ അഫ്സൽ കാസിമി അണികളെ ആവേശപുളകിതരായി വിട്ടു. ധൃതംഗ പുളകിതരായി അവര് ചെന്ന് കയറി കൊടുത്തു. അഫ്സൽ കാസിമി ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. വലിയ സമൂഹത്തോട് ഇവിടെ നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങളുണ്ടാവും. ഒരു വലിയ സമൂഹത്തോടൊപ്പം നമ്മൾ താമസിക്കുകയല്ലേ. എന്റെ അയൽക്കാരൻ ഹൈന്ദവനാണ്, കടയിൽ നിൽക്കുന്ന ആള് ഹിന്ദുക്കളാണ്, എന്റെ മുതലാളി ഒരു പക്ഷേ ഹൈന്ദവനായിരിക്കും, ഓണം ആഘോഷിക്കുന്നവരായിരിക്കും. അവർ ഓണസദ്യ ഒരുക്കിയിട്ട് എന്നെ വിളിക്കുമ്പോ എന്ത് പറഞ്ഞു ഒഴിവാക്കാൻ? ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ഒന്നിച്ച് ഓണാഘോഷം, ഓണസദ്യ ഒരുക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ഒഴിവാക്കാൻ? ഞാൻ എന്ത് ചെയ്യാനാണ്? അവിടെ തൗഹീദാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമെന്ന തിരിച്ചറിവോടെ നമുക്ക് നിരസിക്കാൻ സാധ്യമാണ്. പറ്റണം, അതിലും വലിയ ഹിക്കുമത്ത് ഉപയോഗിച്ചെങ്കിലും ഒഴിവാകണം. അങ്ങനെ തന്നെ ചെയ്യണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, നമ്മളോടൊപ്പം സഹവസിക്കുന്ന ഈ ഹിന്ദു കിറക്കിറപ്പിന് ക്രിസ്ത്യാനികളായ കൂട്ടുകാരുണ്ട്. അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് ശബരിമലയിൽ പോകാൻ കഴുത്തിൽ മാലയിട്ടിരിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ മാല ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത മാംസ ആഹാരം അവന്റെ മുമ്പിൽ കൊടുക്കുമ്പോ ഞാൻ മാലയിട്ട് എനിക്ക് മാംസം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് വല്ല വെറുപ്പോ വിദ്വേഷമോ തോന്നാറുണ്ടോ? അവന്റെ മതമല്ലേ. നമ്മൾ അവനെ ഭീകരവാദിയോ തീവ്രവാദിയോ മതമൂലികവാദിയോ ആക്കാറുണ്ടോ? അത് അവന്റെ വിശ്വാസമല്ലേ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടതും. അവൻ അന്തസ്സോടെ നമ്മളോട് ഇങ്ങോട്ട് പറയും, മാലിന്യക്ക് എനിക്ക് കഴിക്കാൻ പറ്റൂല. ക്രൈസ്തവ സഹോദരങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ അവരുടേതായ നോയമ്പനുഷ്ഠിക്കുന്നവർ ആ സമയത്ത് ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കില്ല. നമ്മളോട് പറയും, ആയിക്കോട്ടെ. നമുക്ക് വല്ല വെറുപ്പോ വിദ്വേഷവും ഉണ്ടാകാറുണ്ടോ? സ്നേഹവും അഭിമാനവും കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ എന്തുകൊണ്ട് തിരിച്ചങ്ങോട്ട് സഹോദര, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്കിത് തിന്നാൻ പറ്റൂല, എനിക്ക് ഓണസദ്യയിൽ പങ്കെടുക്കാൻ പറ്റൂല, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ഓണാശംസകൾ നേരാൻ പറ്റൂല, എനിക്ക് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? പിന്നെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ന്യായം നമ്മൾ പറയുന്നത്, നമ്മള്
പെരുന്നാളായപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. പെരുന്നാളായപ്പോ നമ്മൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് വീട്ടിൽ വിളിച്ചു, അവര് ഭക്ഷണം കഴിച്ചു. ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇനി ഓണമാകുമ്പോ പെരുന്നാളിന് നമ്മൾ അവർക്ക് വിളിച്ച് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഓണത്തിന് നിർബന്ധമാണ് എങ്കിൽ ആദ്യം പെരുന്നാൾ ഭക്ഷണം കൊടുക്കുന്ന പരിപാടികൾ നിർത്തിയേക്കുക. അതാണ് അതിന്റെ ആദ്യത്തെ ഒരു നടപടി. ഇത് തൗഹീദിനെ ഇങ്ങനെ തന്നെ കാണണം. ഒരു പക്ഷെ പെട്ടെന്ന് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല, പെട്ടെന്ന് നമുക്കിതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇത് പറയൽ ബാധ്യതയായതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു വന്നത് മനസ്സിലായോ? നമ്മൾ പെരുന്നാളിന് അവരെ വിളിച്ച് സൽക്കരിക്കുന്നത് കൊണ്ടാണല്ലോ അവർ ഓണവും വിഷുവും ക്രിസ്മസും ദീപാവലിയും ബർത്ത്ഡേയും അവരുടെ വീട്ടിലെ അവരുടെ ഓരോ ആഘോഷങ്ങൾ, മതമാകട്ടെ അതല്ല കുടുംബത്തിന്റെ ആകട്ടെ, നമ്മളെ വിളിക്കുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരുന്നതും. അതുകൊണ്ട് ഇനി മുതൽ പെരുന്നാളിന് അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട. പെരുന്നാളിന് അവർക്ക് ഭക്ഷണം കൊടുത്താലല്ലേ അവരെ പ്രത്യുപകാരമായിട്ട് തിരിച്ചും ചെയ്യേണ്ടി വരൂ. ഇനി അത് ചെയ്യണ്ട. നമ്മുടെ നാട്ടില് ഇന്ന് സംഭവിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇത്തരം ഡിപ്ലോമാറ്റിക് പുരോഹിതന്മാരിറങ്ങിയത് കൊണ്ടാണ്. ഇവരുടെ അതിപ്രസരം കാരണമാണ് ഇന്നു മനുഷ്യൻ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് പരസ്പരം കാണാൻ തുടങ്ങിയത്. ഡിപ്ലോമാറ്റിക് മതപുരോഹിതന്മാരിറങ്ങി. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഇവർക്ക് തികട്ടി വരുന്ന ഒരു മതം വയനാട് വിഷയത്തിൽ നമ്മൾ കണ്ടു. അവര് മുങ്ങിയപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എടുത്ത ഒരു സമയത്തും സാഹചര്യങ്ങളിലും അവരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുവരെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുവരെ വന്ന സമയത്തൊന്നും ആർക്കും മതം അനിവാര്യമായിരുന്നില്ല. മതം അവർക്കൊരു ഫാക്ടറിയേ ആയിരുന്നില്ല. കടന്നു, ശരി, കുറെ ആളുകളെയൊക്കെ കിട്ടി, കുറച്ചു പേരെ സംസ്കരിച്ചു, കുറച്ചു പേരെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. 2 കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടെ നിന്നില്ലാതെ ഒരു മതം പറന്നു വന്നു. അതുവരെ നോക്കുന്ന ഡോക്ടർ, ഇവരെ സഹായിച്ച ആളുകള്, ഇവരെ മുങ്ങിയെടുത്ത ആളുകള്, സംസ്കരിച്ച ആളുകള്, പോസ്റ്റ്മോർട്ടം ചെയ്തവർ, ഇവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകിയവർ, മെഡിസിൻ നൽകിയവർ, ബ്ലഡ് നൽകിയവർ, ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധന സാമഗ്രികൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഒരു വിഹിതം ഇവർക്ക് നൽകിയവർ, വീടുകള്, ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, പിന്നീടുള്ള ജോലി, വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, ഇതെല്ലാം നൽകിയ ആളുകളുടെ ഒന്നും മതം ഇവർക്ക് അനിവാര്യമായിരുന്നില്ല. ഒടുവിൽ ഇവർക്കെല്ലാം സ്റ്റേബിളായി എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇവരുടെ ഒരു ഹലാൽ സ്ട്രാറ്റജി വന്നു. ഏത് സന്ദർഭങ്ങളിലാണ് മതം കലർത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞു തന്നെയാണ് ഇവർ ഈ മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനം. നന്ദി.